എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. പറ്റുമെങ്കിൽ ഇപ്പം മുട്ടി നോക്ക് ദേവുട്ടി. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ദേവുട്ടി, ചില അവന്മാരിങ്ങനെ കുരയ്ക്കുന്ന ആൾക്കാരെയൊക്കെ ഇഗ്നോർ ചെയ്യണം. നീ മനസ്സിലായ? നീ ഇഗ്നോർ ചെയ്യണം. ഇതൊക്കെ ലൈഫ് ലെസൺസാ, മനസ്സിലായ? ആ കണ്ടാ, ചെറുക്കം വരെ പറഞ്ഞു. പോയിട്ടോ, വിട് വിട് അച്ഛ വിട്. പോയിട്ടാ ഒരു ഉമ്മ നട്ടോ അമ്മ. എല്ലാവർക്കും വെൽക്കം ആൻഡ് അതിന് തന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം. എൻ്റെ ഇൻബോക്സിൽ ഇന്നലെ MRCയുടെ റിക്രൂട്ട്മെൻറ്റിന് ശേഷം എനിക്ക് ഇൻബോക്സിൽ ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, പർച്ചേസ് എന്ന് പറഞ്ഞ് കളിയാക്കിയതല്ലേ, TV എന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ TV അല്ല അവരുടെ ലാസ്റ്റ് ഗ്യാങ് നോക്കുകയാണെങ്കിൽ അവരുടെ ഡയോസ് ആണ് ലാസ്റ്റ് ഗ്യാങ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീയൊക്കെ എപ്പോഴാണ് റിക്രൂട്ട്മെൻറ്റ് അറിഞ്ഞത്? ഇന്നലെ റിക്രൂട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തപ്പോഴല്ലേ? അതിന് ഒരു 4-5 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിട്ടാണ് അവർ പോയത്, മനസ്സിലായോ? അപ്പോൾ അമ്മാതിരി മറ്റേ വർത്താനമൊന്നും നീ എൻ്റെ അടുത്ത് ഇറക്കണ്ട. അതൊക്കെ ആരൊക്കെയാണേലും എൻ്റെ അടുത്ത് ഇറക്കണ്ട. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഡിസേർവ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഇപ്പോൾ TV തന്നെ കളിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൻ്റെ അപ്പുറത്തോട്ട് ഒരു റിഗ്രറ്റ്സും ഇല്ല. ഓൾ ദ വെരി ബെസ്റ്റഡാ നിങ്ങൾക്ക് 3 പേർക്കും. TVക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ് നിങ്ങൾ. അതുകൊണ്ട് എൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ വേറെ ഇവരുടെ അടുത്ത് ഈ സാധനത്തിനകത്തൊന്നും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവർ പോയി കളിച്ചോട്ടെ. ഫ്ലഫി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ഞാൻ 3 ദിവസം മുമ്പല്ലേ ഫ്ലഫി ഉണ്ടായിരുന്നത്? 3 ദിവസം മുമ്പ് ഫ്ലഫിയൊക്കെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ടുമാണ് പോയത്. അതുകൊണ്ട് ഇതൊക്കെ നിനക്കൊക്കെ ആയിരിക്കും കേട്ടപ്പോൾ പുതുമയായിട്ടും മാസമായിട്ടും തോന്നിയത്. എനിക്കങ്ങനെയല്ല. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു MRCയിൽ ജോയിൻ ചെയ്യുവാണെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ഡൗൺ ടൈം വന്ന സമയത്ത് ഡൗൺ ടൈമിൽ എൻ്റെ കൂടെ നിന്ന ആൾക്കാരെല്ലാവരും ഇപ്പം TVയിൽ കളിക്കുന്നുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ സറൗണ്ടിങ്സിലും ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിനപ്പുറത്തോട്ട് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല, മനസ്സിലായോ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. പപ്പടം, ഫ്ലഫി, ദി ഗോഡ്, ഇവർ 3 പേരും TVക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് സിറ്റിയിലോട്ട് കയറാം. ബ്രോ, ലോക്കൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല ബ്രോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ദ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് നമ്മുടെ TVക്ക് വേണ്ടിയിട്ട് ഇപ്പം നിൽക്കുന്ന ജോക്കിയെ പോലും സ്ലോട്ടിൽ ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കറൻ്റ്ലി ആൾ കൂടിക്കഴിഞ്ഞാൽ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കല്ല. അപ്പോൾ ലോക്കിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ല കറൻ്റ്ലി നിൽക്കുന്നത്. നമുക്ക് ഒട്ടും ആളില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഒട്ടും ആളില്ലെന്ന് പറഞ്ഞാൽ സ്ലോട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് മെയിൻ ഒരു പ്രശ്നം. ഈ ഓരോരുത്തരെ ഇതിനകത്ത് തൊട്ട് വീണ്ടും കയറ്റുക എന്ന് പറയണത് നമുക്ക് അത്രയ്ക്കും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് എത്തി. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ലൈനപ്പ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഭയങ്കര കൺഫ്യൂഷൻസ് ആയി തുടങ്ങി എനിക്കിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മാമൻ ഇതുവരെ തിരിച്ച് സ്ലോട്ടിലിടാൻ പറ്റിയിട്ടില്ല. നിങ്ങളിങ്ങനെ ആൾക്കാരെ പറയുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇല്ലേ ഗൈസ്? അതാണ് പ്രശ്നം. ഓൾഡ് പ്ലെയർ ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം ഗൈസ്, ഓൾഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ TVക്ക് ഒരു ഡൗൺ ടൈം വന്ന സമയത്ത് വന്ന് നിന്ന പിള്ളേരെ എല്ലാവരെയും എടുത്ത് മാറ്റണം എന്നാണോ കറൻ്റ്ലി പറയുന്നത്? അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ബ്രോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അവൻ അത്രയും നാൾ ഇനാക്റ്റീവായിട്ട് വന്നതാണ്. അവൻ ആക്ച്വലി ലിസ്റ്റിലും ലൈനിലും ഒന്നും ഇല്ല, ലൈനപ്പിലും ഒന്നും ഓൾറെഡി ഇല്ലാത്തൊരു പയ്യനാണ്. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് ഓരോരുത്തരെ മാറ്റിയിടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തി കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറയണത്. അപ്പം അത് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, എനിക്ക് ഇതാക്കണം. എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സ്ലോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇവിടെ കുറച്ചുകൂടെ ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. TVക്ക് ഒരു സെക്കൻഡ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഇല്ല ബ്രോ, കൊണ്ടുപോകുന്ന സാധനം ബെസ്റ്റായിട്ട് കൊണ്ടുപോകണം. അതാണ് എൻ്റെ ഒരു ഇത്. ഇനി ഒരു രണ്ടാമത്തെ ഒരു ഗ്യാങ് കൂടെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഇപ്പോൾ ഉള്ളത് ബെസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ മുകളിലോട്ട് ഇനി കൊണ്ടുപോകാൻ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഗൈസ്, തൊപ്പിയുടെ പുതിയ പാട്ട് കേട്ടോ? നിങ്ങൾ കേട്ടില്ലെങ്കിൽ കേൾക്കണം കേട്ടോ, നല്ല പാട്ടാണേ, സീരിയസ് ആയിട്ട്. ഇപ്പോൾ ചാറ്റിൽ കുറേ പേര് പറയണ കണ്ടുകൊണ്ട് പറയാം, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ അവൻ്റെ സ്റ്റോറി കണ്ടപ്പോഴാണ് അത് കയറി കണ്ടത്. നല്ല രസമുണ്ട് ആ പാട്ട് കേൾക്കാൻ. തൊപ്പി സോങ്
ഇതാണ് പാട്ട്. നമുക്ക് ലോഡാകുമ്പോഴത്തേക്കും